ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ഈ ഒരു സ്റ്റോറിയിൽ മിസ്റ്റർ ജോൺ, മിസ്സിസ് ജോൺ ആൻഡ് എ.ജെ. ക്രോണിൻ ഈ 3 ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. മിസ്റ്റർ ജോണും എ.ജെ. ക്രോണിനും തമ്മിൽ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിലൂടെ എ.ജെ. ക്രോണിന് മുന്നേ ഉണ്ടായിരുന്ന മിസ്റ്റർ ജോണിനെ കുറിച്ചും ഉണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് ഒരു സോളിസിറ്ററാണ്, ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടറാണ്. ഇതൊക്കെ കേട്ട സമയത്ത് എ.ജെ. ക്രോണിൻ ചോദിക്കുകയാണ്, എന്താണ് എ.ജെ. ക്രോണിൻ ചോദിച്ചിട്ടുള്ളത്? എന്താണ് നിങ്ങളെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത്? ഇത്തരമൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് തുടങ്ങാനുള്ള പ്രചോദനം എന്താണ്? എന്താണ് ഇതിന് നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പം അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി നമുക്ക് എടുക്കാനുള്ളത്. ദ ക്വസ്റ്റ്യൻ ഹാഡ് എ സ്ട്രേഞ്ച് എഫക്റ്റ് അപ്പോൺ ഹിം. ഈ ചോദ്യം അദ്ദേഹത്തിൽ ഒരു സ്ട്രേഞ്ച് എഫക്റ്റാണ്, അപരിചിത ഭാവമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന് ആ ചോദ്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഹി ടുക്ക് എ ഷാർപ്പ് ബ്രെത്ത്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ദീർഘമായ ശ്വാസം എടുക്കുന്നുണ്ട്. ആൻഡ് എക്സ്ക്ലൈംഡ്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അതിശയോക്തിയോട് കൂടി പറയുന്നുണ്ട്, യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ. നിങ്ങളെപ്പോഴും എന്നെ ഓർക്കുന്നില്ലേ? യു സ്റ്റിൽ ഡോണ്ട് റിമെമ്പർ മീ. നിങ്ങളെപ്പോഴും എന്നെ ഓർക്കുന്നില്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ എ.ജെ. ക്രോണിൻ ഐ ഷുക്ക് മൈ ഹെഡ്. എ.ജെ. ക്രോണിൻ എന്ത് ചെയ്യാണ്? ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടുകയാണ് ചെയ്തത്. ടു ദ ബെസ്റ്റ് ഓഫ് മൈ ബിലീഫ്, എൻ്റെ ഉറച്ച വിശ്വാസത്തിൽ, ഐ ഹാഡ് നെവർ ഇൻ മൈ ലൈഫ് സീൻ ഹിം ബിഫോർ. ഞാൻ അദ്ദേഹത്തെ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. ആ സമയത്ത് മിസ്റ്റർ ജോണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിൻ്റെ സംസാരം തുടർന്നുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച്. ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു നിങ്ങളുമായി. എന്തിനാ? ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് വർഷങ്ങളായി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. അണ്ടർ ഇൻക്രീസിങ് സ്ട്രെസ്. ഇത്രയും അദ്ദേഹം പറഞ്ഞത് തന്നെ വളരെയധികം സ്ട്രെസ്സോട് കൂടിയാണ്. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈസെൽഫ് ടു ഡു സോ. പക്ഷേ ഐ വാസ് നെവർ ഏബിൾ, എനിക്ക് സാധിക്കുമായിരുന്നില്ല, ടു ബ്രിങ് മൈസെൽഫ്, എന്നെ കൊണ്ടുപോവാ. എന്തിലേക്ക്? ടു ഡു സോ, അങ്ങനെ ചെയ്യാൻ. ഓക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരുപാട് കാലമായി നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിന് സാധിച്ചില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ബെൻഡിങ് നിയർ, എന്നിട്ട് അദ്ദേഹം എൻ്റെ അരികിലേക്കൊന്ന് കുനിഞ്ഞു. ആൻഡ് ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. ടെൻസ്ലി, വളരെയധികം ടെൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇൻ മൈ ഇയർ, എൻ്റെ ചെവിട്ടിൽ. എൻ്റെ ചെവിട്ടിൽ അദ്ദേഹം വളരെയധികം ടെൻഷനോട് കൂടി, വളരെയധികം ടെൻസ്ഡ് ആയിക്കൊണ്ട് സംസാരിച്ചു.
അറ്റ് ദാറ്റ് ടൈം, ആ ഒരു സമയത്ത് സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്, പതിയെ മറകൾ നീങ്ങാൻ തുടങ്ങി. വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടൻ അല്ലെങ്കിൽ മറ എന്നൊക്കെ പറയും. പാർട്ടഡ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക, നീങ്ങുക. ദാറ്റ് മീൻസ് എന്തിൻ്റെ മറയാണ് നീങ്ങുന്നത്? ആ മറവിയുടെ മറ എന്ത് ചെയ്യാണ്? നീങ്ങാണ്. എ.ജെ. ക്രോണിനോട് മിസ്റ്റർ ജോൺ എന്തോ എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മറവിയുടെ മറ, അഥവാ അദ്ദേഹം മറന്നു പോയതാ എന്തോ ഒരു കാര്യം, അതിൻ്റെ ആ ഒരു കർട്ടൻ എന്ത് ചെയ്യാൻ തുടങ്ങി? നീങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓർത്തെടുക്കാൻ തുടങ്ങി. എന്താ അദ്ദേഹം ഓർത്തെടുക്കാൻ തുടങ്ങിയത്? മൈ തോട്ട്സ് സ്പെഡ് ബാക്ക്, എൻ്റെ ചിന്തകൾ, എ.ജെ. ക്രോണിൻ്റെ ചിന്തകൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെഡ് ബാക്ക്, അത് പിറകിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് വേഗത്തിൽ. സ്പെഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ പാസ്റ്റാണ്. വളരെ വേഗത്തിൽ അത് പിറകിലോട്ട് സഞ്ചരിച്ചിരുന്നു. എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി, ഒരു കാൽ നൂറ്റാണ്ടിലേക്ക്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ കാലാണ്, സെഞ്ചുറി എന്ന് പറഞ്ഞാലോ നൂറ്റാണ്ടാണ്. അഥവാ ഒരു കാൽ നൂറ്റാണ്ട് കാലത്തേക്ക്, അഥവാ ഒരു 25 വർഷം മുന്നേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വിത്ത് എ സ്റ്റാർട്ട്, എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, ഐ റിമെമ്പേർഡ് ദ സോൾ ഒക്കേഷൻ, ഞാൻ ഓർക്കാൻ തുടങ്ങി ആ ഒരേ ഒരു സന്ദർഭം. സോൾ ഒക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സന്ദർഭം. വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ, ഇതിനു മുമ്പ് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ള ആ ഒരേ ഒരു സാഹചര്യം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓർക്കാൻ തുടങ്ങി. മിസ്റ്റർ ജോണിനെ എ.ജെ. ക്രോൺ കണ്ടിട്ടുള്ള ആ ഒരേ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ ഇനി പറയുന്നത്. പ്ലീസ് ലുക്ക് അറ്റ് ദ 10th paragraph. ഐ വാസ് എ യങ് ഡോക്ടർ, ഞാൻ ആ സമയത്ത് ഒരു നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം, ആ സമയത്ത് നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഞാൻ. 25 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. ആൻഡ് ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് എ പ്രാക്ടീസ് ഇൻ എ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റ് ഓഫ് ലണ്ടൻ. ലണ്ടനിലെ ഒരുപാട് തൊഴിലാളികളൊക്കെയുള്ള ഒരു ജില്ലയിലാണ് ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളത്. ഞാനൊരു ഡോക്ടറാണ്, ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഓൺ എ ഫോഗി നവംബർ നൈറ്റ്, നല്ല മഞ്ഞ് മൂടിയിട്ടുള്ള, മഞ്ഞൊക്കെ വീണുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ്. ടുവാർഡ്സ് 1 o'clock, ഏകദേശം 1 മണിയായിട്ടുണ്ടാകും. ഐ വാസ് അവേക്കൻഡ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉണരുന്നുണ്ട്, ഞാൻ നെട്ടി ഉണരപ്പെടുന്നുണ്ട്. ദാറ്റ് മീൻസ് ഐ വാസ് അവേക്കൻഡ് ബൈ, ഞാൻ ഉണർത്തപ്പെടുന്നുണ്ട് ബൈ എ ലൗഡ് ബാങ്കിങ് ഓൺ ദ ഡോർ. ഡോറിൻ്റെ മുകളിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഉണരുന്നുണ്ട്. ഹറിഡ്ലി, പെട്ടെന്ന് തന്നെ, ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് വെൻറ്റ് ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹറിഡ്ലി, വളരെ പെട്ടെന്ന്, ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ്, ഞാൻ കുറച്ച് ഡ്രസ്സ് വേഗം എന്ത് ചെയ്യുന്നുണ്ട്? ധരിക്കുന്നുണ്ട്. ആൻഡ് വെൻറ്റ് ഡൗൺ സ്റ്റെയേഴ്സ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് പോകുന്നുണ്ട്. ഇറ്റ് വാസ് എ സർജൻറ്റ് ഓഫ് പോലീസ്. ആരായിരുന്നു ആ വാതിലിന് മുട്ടിയിരുന്നത്? ഒരു പോലീസ് സർജൻ്റ് ആയിരുന്നു. ഇൻ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ്, അദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൽ നിന്നും മഞ്ഞുതുള്ളികൾ ഇങ്ങനെ ഉറ്റിറ്റ് വീഴുന്നുണ്ട്. ആൻഡ് കേപ്പ്, അദ്ദേഹം ഒരു ഓവർകോട്ട് ധരിച്ചിട്ടുണ്ട്. മിസ്റ്റ്ലി ഔട്ട്ലൈൻഡ് ഓൺ ദ ഡോർ സ്റ്റെപ്പ്, അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്? മഞ്ഞ് മൂടിയിട്ടുള്ള ആ ഡോർ സ്റ്റെപ്പിലാണ് അദ്ദേഹം നിൽക്കുന്നത്. എ സൂയിസൈഡ് കേസ്, ഒരു ആത്മഹത്യാ കേസുണ്ട്. ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ
അഥവാ വളരെ ഷോർട്ടായ സമയത്ത് വളരെ ചുരുക്കത്തിൽ എന്ത് കാര്യം പറയുന്നുണ്ട്? ഒരു സൂയിസൈഡ് കേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ, എവിടെയാണ് ഈ ഒരു സൂയിസൈഡ് കേസ് ഉള്ളത്? ആ കോർണറിലുള്ള ഒരു ലോഡ്ജിൽ. ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്, ഞാനെന്ത് ചെയ്യണം? ഒന്ന് പെട്ടെന്ന് വന്നാൽ നന്നായിരുന്നേനെ അല്ലേ? ഞാൻ ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ആര് പറഞ്ഞു? അദ്ദേഹം എന്നോട് പറഞ്ഞു. ഓക്കെ, എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? 25 വർഷം മുന്നേ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എജോ ക്രോണിൻ പറയുന്നത്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഡോക്ടറായിരുന്നു. ലണ്ടനിലെ ഒരു വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്റ്റിലായിരുന്നു ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചിരുന്നത്. നല്ല മഞ്ഞു മൂടിയുള്ള നവംബറിലെ ഒരു രാത്രിയിൽ ഏകദേശം 1 മണിയാകുന്ന സമയത്ത് വീടിൻ്റെ ഡോറിൽ ഭയങ്കരമായി തട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എണീക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ധരിച്ച് താഴേക്ക് പോയി നോക്കുമ്പം അവിടെ ആരുണ്ട്? ഒരു പോലീസ് സർജൻ്റ് ഉണ്ട്. അദ്ദേഹം എന്നോട് പറയാണ്, നിങ്ങൾ വന്നാൽ ഒന്ന് നന്നായിരുന്നേനെ, ഒരു സൂയിസൈഡ് കേസ് ഉണ്ട് അവിടെ എന്ന് പറയുന്നു. വി വാക്ക്ഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ സൈലൻസ്. വി വാക്ക്ഡ്, ഞങ്ങൾ നടന്നിരുന്നു. ദ ഷോർട്ട് ഡിസ്റ്റൻസ്, ആ കുറഞ്ഞ ദൂരം. ഇൻ സൈലൻസ്, വളരെ നിശബ്ദതയോടു കൂടി. ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ് ബൈ ദ ഫോഗ്, ഞങ്ങളുടെ പാദപതനം പോലും അഥവാ ഫുഡ് സ്റ്റെപ്സ് പോലും മഫിൾഡ് ബൈ ദ ഫോഗ്, മഞ്ഞിൽ മഫിൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മഫിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ മഫിൾഡ്? മെയ്ഡ് സൈലൻ്റ് എന്നാണ്. അഥവാ വളരെ നേർത്ത, വളരെ കനം കുറഞ്ഞ രീതിയിലേക്ക് ഞങ്ങളുടെ ശബ്ദം താഴ്ന്നു പോയിട്ടുണ്ട്. ഓക്കെ, അഥവാ നിശബ്ദമായി പോയി. എന്ത് നിശബ്ദമായി പോകാനുള്ള കാരണം? ഈവൻ അവർ ഫുഡ് സ്റ്റെപ്സ് മഫിൾഡ്, ഞങ്ങളുടെ പാദപതനം, ഓക്കെ, അതുപോലും എന്ത് ചെയ്ത്? സൈലൻ്റ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ദ ഫോഗ്, മഞ്ഞ് കാരണം. അതാണ് ബൈ ദ ഫോഗ് എന്ന് കൊടുത്തത്. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ്, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിയുന്നുണ്ട്. ഒരു ഇടുങ്ങിയ പ്രവേശന കവാടത്തിലേക്കാണ് ഞങ്ങൾ തിരിയുന്നത്. ഓഫ് എൻ ഓൾഡ് ബിൽഡിംഗ്, ഒരു പഴയ ബിൽഡിങ്ങിൻ്റെ നാരോ എൻട്രൻസിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്, ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുമ്പം വി മൗണ്ടഡ് മീൻസ് കയറുക. ദ ക്രീക്കിംഗ് സ്റ്റെയർ കേസ്, എങ്ങനത്തെ സ്റ്റെയർ കേസിലാണ് കയറുന്നത്? ക്രീക്കിംഗ് സ്റ്റെയർ കേസ്, ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. പഴയ ഫർണിച്ചറൊക്കെ ആകുന്ന സമയത്ത്, ഇപ്പം പഴയ കട്ടിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കിടന്ന് ഒന്ന് ആടുകയാണെങ്കിൽ അതിനൊരു സൗണ്ട് ഉണ്ടായിരിക്കും. പഴയ ചെയറിൽ ഇരുന്ന് ആടുകയാണെങ്കിൽ അതിനൊരു സൗണ്ട് ഉണ്ടായിരിക്കും. പഴയ മരത്തിൻ്റെ സ്റ്റെയർ കേസിൽ കയറുകയാണെങ്കിൽ അതിനൊരു സൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഒരു ക്രീക്കിംഗ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ ആ ഒരു ക്രീക്കിംഗ് സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെയർ കേസിൽ കയറുന്ന സമയത്ത് മൈ നോസ്ട്രിൽസ്, എൻ്റെ നാസാദ്വാരങ്ങൾ, ദാറ്റ് മീൻസ് എൻ്റെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെർസ്റ്റാങ്, കുത്തുന്നുണ്ട്. ബൈ ദ സിക്ക് സ്വീറ്റ് ഓർഡർ ഓഫ് ഇല്ലുമിനേറ്റിംഗ് ഗ്യാസ്, കത്തുന്ന വാതകത്തിൻ്റെ, ഇല്ലുമിനേറ്റിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കത്തുന്ന വാതകം അല്ലെങ്കിൽ പാചകവാതകം എന്നൊക്കെ പറയാം. അതിൻ്റെ ഓർഡർ, അതിൻ്റെ സ്മെല്ല്, സിക്ക് സ്വീറ്റ്, രൂക്ഷമായ. അപ്പം കത്തുന്ന പാചകവാതത്തിൻ്റെ ഗ്യാസ് എന്താണ് പറയാം? ആ ഒരു സിക്ക് സ്വീറ്റ് ഓർഡർ ഉണ്ടല്ലോ, വളരെ രൂക്ഷമായ ഗന്ധം, അത് മൂക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളച്ച് കയറുന്നുണ്ട്. ഓൺ ദ അപ്പർ സ്റ്റോറി ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി ഷോവ്ഡ്. ഓൺ ദ അപ്പർ സ്റ്റോറി, മുകളിലത്തെ നിലയിൽ, ദ അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, പരിഭ്രാന്തരായിട്ടുള്ള ഒരു ലാൻഡ് ലേഡി ഉണ്ട്. വാട്ട് യു മീൻ ബൈ അജിറ്റേറ്റഡ്?
അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ്, വളരെയധികം ടെൻഷനായിട്ടുള്ള, പരിഭ്രാന്തരായി കാണപ്പെട്ട ഒരു ലാൻഡ് ലേഡി ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഓണറാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഓണറായിട്ടുള്ള ഈ ലാൻഡ് ലേഡി എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പരിഭ്രാന്തരായിട്ട് കാണപ്പെടുന്നുണ്ട്. ഷോഡ് ആസ് ടു എ ബെയർലിറ്റിക് ആറ്റിക്. അവർ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒന്നുമില്ലാത്ത ഒരു ചെറിയ റൂം കാണിച്ചു തരുന്നുണ്ട്. വേർ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്. അവിടെ എന്തുണ്ട്? ഒരു നാരോ ബെഡ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു നാരോ ബെഡ് എന്ത് ചെയ്തിട്ടുണ്ട്? വലിച്ചിട്ടിട്ടുണ്ട്. ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ. അതിൽ ആരെ ബോഡി ഉണ്ട്? ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡി കിടക്കുന്നുണ്ട്. ഓൾദോ അപ്പാരൻ്റ്ലി ലൈഫ്ലെസ്. ഒറ്റ നോട്ടത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത? യെസ്, അതിന് ജീവനുള്ളതായിട്ട് നമുക്ക് തോന്നില്ല. ദർ റിമൈൻഡ് ദ ബെയറസ്റ്റ് ചാൻസ്. അതിൽ വളരെ നേരിയ ഒരു സാധ്യത മാത്രം കാണുന്നുണ്ട്, ബാക്കിയായിട്ടുണ്ട്. ബെയറസ്റ്റ് മീൻസ് എന്താണ്? സ്ലൈറ്റസ്റ്റ്, വളരെ നേർത്ത ഒരു സാധ്യത മാത്രമുണ്ട്. ബെയറസ്റ്റ് ആണ്, വളരെ കുറഞ്ഞ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. എന്തിന്? ദാറ്റ് ദ യൂത്ത് വാസ് നോട്ട് ക്വൈറ്റ് ബിയോണ്ട് റീകോൾ. ദാറ്റ് മീൻസ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ചാൻസ് മാത്രമേ നമുക്കവിടെ കാണുന്നുള്ളൂ. വിത്ത് ദ സർജൻസ് ഹെൽപ്പ്. സർജൻറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഐ ബിഗൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. ഞാൻ എന്ത് വർക്ക് ആരംഭിക്കുന്നുണ്ട്? റിസസിറ്റേഷൻ വർക്ക് ആരംഭിക്കുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ റിസസിറ്റേഷൻ? എന്താണ് റിസസിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടി നന്നാക്കി പറയുകയാണെങ്കിൽ ഗിവിങ് ബ്രെത്ത് ടു സംവൺ ഹൂ ഈസ് ലയിങ് അൺകോൺഷ്യസ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ബ്രെത്ത് അഥവാ ബ്രീത്ത് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം. ഓക്കെ, അങ്ങനത്തെ എമർജൻസി ട്രീറ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസസിറ്റേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വെള്ളത്തിലൊക്കെ ചാടി വീണിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വായ മറ്റേ ആളുടെ അല്ലെങ്കിൽ ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച ആളുടെ വായിലേക്ക് ചേർത്തുകൊണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കും. ഈ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്? റിസസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജീവൻ രക്ഷാ നടപടികൾ ഒന്നാണ്. ക്ലിയർ ആണോ? അപ്പോൾ അത്തരത്തിലുള്ള റിസസിറ്റേഷൻ വർക്കുകൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ആരംഭിക്കാൻ തുടങ്ങി. ജീവൻ രക്ഷാ നടപടികൾ ഏറ്റവും സിമ്പിളായിട്ട് എമർജൻസി ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇയാൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എമർജൻസി ട്രീറ്റ്മെൻറ്റ് നൽകാൻ തുടങ്ങി. ഫോർ ആൻ എൻറ്റയർ ഹവർ. ഒരു മണിക്കൂർ നേരത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം. എങ്ങനത്തെ പ്രയത്നങ്ങളാ? വി ലേബേർഡ് വിത്തൗട്ട് സക്സസ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ലേബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഡ് ഹാർഡ് എന്നതാണ്. നന്നായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. വിത്തൗട്ട് സക്സസ്. എന്നാൽ അത് വിജയം കണ്ടോ? ഇല്ല, അതിന് റിസൾട്ടൊന്നും ഉണ്ടായില്ല. ഡെസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രീനസ് എക്സേർഷൻ. ഡെസ്പൈറ്റ് എന്നിട്ടും അവർ മോസ്റ്റ് സ്ട്രീനസ് എക്സേർഷൻസ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം എഫേർട്ട് എടുത്തുകൊണ്ട്, വളരെയധികം എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് അപ്പിയേർഡ് യൂസ്ലെസ്. എന്നാൽ അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. ഓക്കെ, അതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. ദെൻ ആസ് വി വേർ അബൌട്ട് ടു ഗീവ് അപ്പ്. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യാണ്? ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇനി മതി, നിർത്തുക. ഓക്കെ, എമർജൻസി ട്രീറ്റ്മെൻറ്റ് നിർത്തുക, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാണ്? അവസാനം
ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, പൂർണ്ണമായി ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷീണിച്ചിട്ടുണ്ട്. ദർ ബ്രോക്ക് ഫ്രം ദ പേഷ്യൻ്റ് ഷാലോ, ആ സമയത്ത് പേഷ്യൻറ്റിൽ നിന്നും എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഷാലോ ഉണ്ടാകുന്നുണ്ട്. അത്ര ഡീപ്പല്ലാത്ത ഒരു ചെറിയ ഒരു ശ്വാസം ആരിൽ നിന്നുണ്ടാകുന്നുണ്ട്? ഈ ഒരു പേഷ്യൻറ്റിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന് പറയുന്ന കാര്യം എന്താണ്? കൺവൾസീവ് ഗ്യാസ്പ് എന്നാണ് പറയുക, അല്ലേ? മരിക്കാൻ കിടക്കുന്ന ആളാണ്. ആ മരിക്കാൻ കിടക്കുന്ന ആൾ ഒരുപാട് എമർജൻസി ട്രീറ്റ്മെൻറ്റൊക്കെ വെച്ച് നോക്കി, പക്ഷെ ഒരു ഉപകാരം ഉണ്ടായില്ല. അവസാനം ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ മെല്ലെ ഒരു ബ്രീത്ത് അങ്ങ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് കൺവൾസീവ് ഗ്യാസ്പ് എന്നൊക്കെ പറയുന്നത്. എന്താ കൺവൾസീവ് ഗ്യാസ്പ് എന്ന് പറഞ്ഞാൽ? കൺവൾസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ ആൻഡ് ഇമ്പോസിബിൾ ടു കൺട്രോൾ, പെട്ടെന്ന് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുന്നതാണ്. ഗ്യാസ്പ് എന്ന് പറഞ്ഞാലോ ക്വിക്ക് ആൻഡ് ഡീപ്പ് ബ്രീത്ത്, പെട്ടെന്നുണ്ടാകുന്ന ഒരു ബ്രീത്ത്. ഏതുപോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിവുണ്ടാവില്ലേ, അതുപോലെ. ഓക്കെ, അതാണ് കൺവൾസീവ് ഗ്യാസ്പ്, പെട്ടെന്നുള്ള ഒരു ശ്വാസം എടുക്കല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്ത്? കോൺഫിഡൻറ്റ് കൂടി. ആർക്കൊക്കെയാണ് കോൺഫിഡൻറ്റ് കൂടിയത്? AJ ക്രോണിനുണ്ട്, അതുപോലെ തന്നെ പോലീസ് സർജനും ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഫിഡൻറ്റ് കൂടി. ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ്, ഞങ്ങൾ എന്ത് ചെയ്തു? അരമണിക്കൂറും കൂടി ഞങ്ങളുടെ പരിശ്രമം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ആൻഡ് വി ഹാഡ് ദ യൂത്ത് സിറ്റിംഗ് അപ്പ്, ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ചെയറിൽ എണീറ്റിരിക്കാൻ തുടങ്ങി. ഓക്കെ, ഗേസിങ് അറ്റ് അസ് ഡേസ്ഡ്ലി, എന്നിട്ട് അദ്ദേഹം വളരെയധികം അമ്പരപ്പോട് കൂടി ഞങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങി. ഓക്കെ, ഡേസ്ഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചെയ്യണം അറിയാതെ നോക്കുക. ആസ് ഇഫ് ഇൻ എ കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനോട് കൂടി അദ്ദേഹം ഇങ്ങനെ ഞങ്ങളെ നോക്കാൻ തുടങ്ങി. ഓക്കെ, ചിലപ്പോൾ നമുക്കും ഇതേ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഉറങ്ങിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു എന്താ പറയുക അമ്പരപ്പുണ്ടായിരിക്കും. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതാണ് എന്തെന്ന് പറയുന്നത്? ഡേസ്ഡ്ലി എന്ന് പറയുന്നത്. സ്ലോലി, പതിയെ, ഹീ സീംഡ് ടു ബി റിയലൈസിങ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. ഹീ സീംഡ്, അദ്ദേഹം കാണപ്പെട്ടിരുന്നു, ടു ബി റിയലൈസിങ്, എന്താണ് അദ്ദേഹം കാണപ്പെട്ടിരുന്നത്? റിയലൈസിങ്, മനസ്സിലാക്കാൻ തുടങ്ങി. ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ, അദ്ദേഹത്തിൻ്റെ ആ ഭീകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ തുടങ്ങി? മനസ്സിലാവാൻ ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 പാരഗ്രാഫുകൾ, 5 പാരഗ്രാഫുകൾ ഉണ്ടായിരിക്കും. ഈ 5 പാരഗ്രാഫുകൾ നിങ്ങൾ കൃത്യമായി വായിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ മുതലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ക്വസ്റ്റ്യന് വരുന്നത്, വാട്ട് ഡിഡ് ക്രോണിൻ മീൻ ബൈ ദ എക്സ്പ്രഷൻ ദ വെയിൽസ് പാർട്ടഡ്? ദ വെയിൽസ് പാർട്ടഡ് എന്ന് പറയുന്ന എക്സ്പ്രഷനെ കൊണ്ട് ക്രോണിൻ എന്താണ് ഉദ്ദേശിച്ചത്? രണ്ടാമത്തത്, ഐ വാസ് അവേക്കൻഡ് ബൈ എ ലൗഡ് ബാങ്കിങ് ഓൺ ദ ഡോർ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡോറിന് ഉച്ചത്തിൽ മുട്ടുന്നത് കേട്ടുകൊണ്ട് ഉണരപ്പെടുന്നുണ്ട്. ഹു വാസ് ബാങ്കിങ് ഓൺ ദ ഡോർ? ആരാണ് ഡോറിൽ മുട്ടിയത്? എന്തുകൊണ്ടാണ് മുട്ടിയത്? ഇത്തരത്തിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ഇതിനും നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ടു സേവ് ദ ലൈഫ് ഓഫ് ദി യങ് മാൻ? എന്താണ് ഡോക്ടർ ആ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ്റെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ.
ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസറുകളും നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് വേർഡുകളുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങുകളും നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വച്ചേക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് ചെയ്തോളാം, ചെയ്തോളാം. ഓക്കെ.